Welcome everyone to the first episode of Hodo Speaks. So we have with us Dr. Fathima, founder of Famedico Healthcare. Welcome to the Hodo Speaks, Dr. Fathima. Thanks. Happy to be here. Okay, so I'd like to ask you as the first question, like എങ്ങനെയാണ് ഫാമിലിക്കോ എന്നുള്ള ഒരു ആശയത്തിലോട്ട് ഡോക്ടർ ഫാത്തിമ എത്തിയത്? സോ ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ഫാമിലി ഫിസിഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യലി ലൈക്ക് മേ ബി ലൈക്ക് 5 years 7 years ago 7 years ago അധികം ഫാമിലി ഫിസിഷ്യൻസിന് ഓപ്പണിങ്സ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കുറവാണ്. ആൻഡ് ആസ് ഇറ്റ് ഇസ് ഗവൺമെൻറ് സെക്ടറിൽ ദർ ആർ നോ ഓപ്പണിങ്സ് ഫോർ ഫാമിലി ഫിസിഷ്യൻസ് ഇൻ ദ സ്പെഷ്യാലിറ്റി കേഡർ. അപ്പോൾ ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തിരുന്നത് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നത് ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിൽ രജിസ്ട്രാറായിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആസ് എ ഫാമിലി ഫിസിഷ്യൻ മൈ റോൾ ഇൻ ദ കമ്മ്യൂണിറ്റി ഓർ in the society is not supposed to be restricted in a clinic or in a closed space. എനിക്ക് മനസ്സിലായി മൈ ട്രൂ കോളിംഗ് അല്ലെങ്കിൽ ആസ് എ ഫാമിലി ഫിസിഷ്യൻ വി ഹാവ് ടു കണക്ട് മോർ ടു ദ സൊസൈറ്റി ആൻഡ് ടു ദ ഫാമിലീസ് ഇൻ ദ സൊസൈറ്റി. എന്നാലേ നമുക്ക് ആൾക്കാരുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അറ്റ് എ പ്രൈമറി കെയർ ലെവൽ. അതായത് നമ്മൾ കൂടുതൽ ആൾക്കാരുടെ സോഷ്യൽ ഹെൽത്തിലും ഇമോഷണൽ ഹെൽത്തിലും അവരുടെ സൈക്കോളജിക്കലായിട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലും ഒക്കെ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ നമുക്ക് അവരുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ആഴത്തിലുള്ള മുറിവിനെ ജസ്റ്റ് സൂപ്പർഫിഷ്യലായിട്ട് ഒരു ബാൻഡേഡ് വെച്ചൊട്ടിക്കുന്നത് പോലെയേ ഉള്ളൂ നമ്മൾ കൊടുക്കുന്ന കെയർ. നമ്മൾ ഒരു ടെർഷ്യറി കെയർ അല്ലെങ്കിൽ ടെർഷ്യറി കെയറിലല്ല, നമ്മൾ ജസ്റ്റ് ഒരു OP വരുന്ന പേഷ്യൻസിനെ മാത്രമേ ചികിത്സിക്കാൻ പോകുന്നുള്ളെങ്കിൽ അത് മാത്രമേ നമുക്കവിടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. നമുക്ക് ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവരുടെ ചുറ്റുപാടും അന്തരീക്ഷവും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കവരുടെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഡോക്ടർ അറ്റ് ഹോം ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇനിഷ്യലി തന്നെ നമ്മൾ 24 hours ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം 24 hours തന്നെ ആയിരുന്നു സർവീസ് ഉണ്ടായിരുന്നത്. കാരണം പകല് കണ്ടൊരാൾക്ക് രാത്രി ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് അവരെ കൈ ഒഴിയാൻ പറ്റത്തില്ലല്ലോ. സോ അങ്ങനെയാണ് നമ്മൾ ഡോക്ടർ അറ്റ് ഹോം ഫെസിലിറ്റി ട്രിവാൻഡ്രത്ത് 24 hours എന്നുള്ള നിലയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഒരു ഡിമാൻഡിങ് നീഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ both these aligned together. അല്ല, Both your need and the community need aligned together. കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഒരു നീഡില്ല. ആണോ? കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഒരു നീഡില്ല. നോബഡി വാണ്ട്സ് ഡോക്ടർ ടു കം ടു ഹോസ്പിറ്റൽ. അവർക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി, അങ്ങനെ ഒരു സംഭവം പോസിബിൾ ആണെന്ന് അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രൈമറി ഹെൽത്ത് കെയർ അടിപൊളിയായിട്ട് നടക്കുന്നൊരു ഇതാണ്. ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം ഭയങ്കര നല്ലതായിട്ട് നടക്കുന്നത്. വാക്സിനേഷൻ ആണെങ്കിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണെങ്കിലും മിഡ് ഡേ മീൽ പ്രോഗ്രാം ആണെങ്കിലും സ്കൂളിലെ മീൽസ് കൊടുക്കുന്ന പ്രോഗ്രാം ആണെങ്കിലും അംഗനവാടികളാണെങ്കിലും എല്ലാം നല്ലപോലെ എഫക്റ്റീവായിട്ട് ഹെൽത്ത് കെയർ ഡെലിവറി ചെയ്യുന്നുണ്ട്. പക്ഷേ ആൻഡ് വി ഓൾസോ ഹാവ് എ വെരി സ്ട്രോങ് ടീം ഓഫ് പാലിയേറ്റീവ് കെയർ വർക്കേഴ്സ്. അത് പാലിയേറ്റീവ് കെയർ നഴ്സസ് ആവാം, ആശാ വർക്കേഴ്സ് ആവാം. ആൻഡ് തിരുവനന്തപുരത്തൊക്കെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും മാസത്തിലൊരിക്കലെങ്കിലും കിടപ്പ് രോഗികളുള്ള വീടുകളിൽ മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറും നഴ്സും വിസിറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് കത്തീറ്റേഴ്സ് ഉള്ളവർക്ക് കത്തീറ്റർ ചേഞ്ച് ഇവർ നടത്താറുണ്ട്. റൈറ്റ്സ് ട്യൂബ് ഇൻസേർഷൻ അവർ ചെയ്യാറുണ്ട്. അത്യാവശ്യമുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ എന്താ ഡയപ്പേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. ലൈക്ക് മേ ബി. പക്ഷേ എല്ലാം ഈ ഡയപ്പേഴ്സ് ഒക്കെ കൊടുക്കുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തികഞ്ഞില്ല എന്നൊക്കെ വരാം. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സർവീസ് നടക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്, ബൈസ്റ്റാൻഡേഴ്സിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. പ്രൈവറ്റ് സെക്ടേഴ്സും NGOസും ഒക്കെ ഉണ്ട്. ലൈക്ക് പാലിയം ഇന്ത്യ, രാജേശ്വരി ഫൗണ്ടേഷൻ, അങ്ങനത്തെ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട് എഫക്റ്റീവായിട്ട് പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത്. പക്ഷേ എന്നാലും ഈ പാലിയേറ്റീവ് കെയറിലും എൻഡ് ഓഫ് ലൈഫ് കെയറിലും ഉപരി പല സിറ്റുവേഷൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്, പല സിറ്റുവേഷൻസിൽ ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. വെൻ ദേ ആർ ഇൻ ഹെൽത്ത് കെയർ. മൊബിലിറ്റി ഇഷ്യൂസ് ആവാം, ആക്സസിബിലിറ്റി ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് പേടിയാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബൈസ്റ്റാൻഡർ ഇല്ലാത്തതുകൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ വീട്ടിലായി പോകുന്നുണ്ട്. അപ്പോൾ
അവർക്കും ഹെൽത്ത് കെയർ വേണമല്ലോ. അപ്പോൾ അങ്ങനെ Mostly elderly and അതെ, എൽഡർലി ആവാം, കുട്ടികളാവാം, അല്ലെങ്കിൽ ഈ എൽഡർലി ആയിട്ടുള്ള ആളെ നോക്കുന്ന ഒരാളാവാം, അങ്ങനെ പല പല നീഡ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇതേപോലെ പിന്നെ ഈ പാലിയേറ്റീവ് കെയർ സർവീസസ് മിക്കവാറും ഓൺ കോൾ അല്ല, 24 hours സർവീസ് അല്ല. കാരണം ഇവർ ഇത്രയും വലിയ പോപ്പുലേഷനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴും ഓൺ കോൾ ആയിട്ടൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഇതേ പാലിയേറ്റീവ് so that is the gap that you identified, അതെ, right? അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ്, ആ ഒരു നീഡിനെയാണ് ഒരു ഡോക്ടർ അറ്റ് ഹോം സർവീസ്, 24 hours ഡോക്ടർ അറ്റ് ഹോം സർവീസിലൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ നോക്കിയത്. Great. So how good has been your experience in trying to build up this company from scratch, right? So building the team, and that would have been an effort in. അതെ, അപ്പോൾ നമ്മൾ ഒരു ഇതിനെ ശരിക്കും നമുക്ക് ഇവരുടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നമുക്ക് എക്സാക്ട്ലി എന്തായിരിക്കും അവരുടെ ആവശ്യം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് തുടക്കത്തിൽ അറിയില്ല. ഒരു മാർക്കറ്റ് സ്റ്റഡി പോലെ തന്നെയാണ് ആദ്യത്തെ വർഷം പോയത്. സോ ആദ്യം നമ്മൾ പോകുമ്പോൾ ലൈക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് പേഷ്യൻ്റ് ഒരു യങ് ബോയ് ആയിരുന്നു. അയാൾ എന്തോ ഒരു പോസ്റ്റ് സർജറി കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ്, 18 വയസ്സുണ്ട്. അയാൾ എന്തോ ഡിഗ്രി എൻട്രൻസ് എഴുതി, പക്ഷേ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സർജറി പോസ്റ്റ് മേജർ ഓർത്തോ സർജറി കഴിഞ്ഞിട്ട് നിൽക്കുക. അതിന് കത്തീറ്റർ റിമൂവലോ അങ്ങനെന്തോ ഒരു ബേസിക് പ്രൊസീജിയറായിരുന്നു. സോ അതിനുവേണ്ടി നമ്മൾ പോയി. സോ അന്ന് നമ്മൾ പോകുമ്പോൾ ശരിക്കും ഒരു കത്തീറ്റർ റിമൂവ് ചെയ്യാൻ മാത്രമുള്ള സാധനമേ ഉള്ളൂ. ദാറ്റ് ഈസ് ലൈക്ക് 10cc സിറിഞ്ചും ആ കത്തീറ്റർ റിമൂവ് ചെയ്ത് അതിന് ഇടാനുള്ളൊരു കവർ, റെഡ് ബാഗും യെല്ലോ ബാഗും, അത് മാത്രമേ ഉള്ളൂ. വേസ്റ്റ് അങ്ങനെ ഡിസ്കാർഡ് ചെയ്യും, ആ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യാനുള്ള സാധനം അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ തിരിച്ചാലോചിക്കുമ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അതിൻ്റെ Yeah, I've seen your video. Like a lot of things are packed into a bag. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് Yeah. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, ഇപ്പോൾ കത്തീറ്റർ റിമൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടായാൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം ഒരു യൂറിൻ റിട്ടൻഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യും, Based on all the past learnings, right? അതെ, ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് ലേണിങ്സ്. നമ്മളെപ്പോഴും ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോകുമ്പോൾ അവർക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും കൂടെ മുൻകരുതിക്കൊണ്ടാണ് ട്രാവൽ ചെയ്യുക. ആൻഡ് നമ്മളെപ്പോഴും എക്യുപ്ഡ് ആയിരിക്കും, സോ ദാറ്റ് 4 പേഷ്യൻസിനെങ്കിലും അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എപ്പോഴും നമ്മുടെ കാറിലുണ്ടാവും. Yeah, I can imagine like a call comes in night, and then probably you might need a catheter which is not readily available anywhere, but you might have that in your stock. എന്നുവെച്ചാൽ നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ കോൾ വന്നിട്ടല്ല ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്, ഇറ്റ്സ് ഓൾറെഡി Anticipated, planned and prepared. പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും പോകുന്നത്. So a lot of various scenarios you have understood during the journey actually might have contributed to the current methods that you have adopted, right? അതെ അതെ, തീർച്ചയായിട്ടും. Yeah, I think it would have been a new learning experience which is not very documented or like. As doctors, even if you are working in a clinic also, as doctors നമ്മൾ പലപ്പോഴും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, വാട്ട് ഓൾ ആർ ദെയർ ഇൻ സ്റ്റോക്ക്, അല്ലെങ്കിൽ വിച്ച് മെഡിസിൻ ഇസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്, വിച്ച് മെഡിസിൻ ഇസ് ഇൻ സ്റ്റോക്ക്. വി ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് ആസ് ഡോക്ടേഴ്സ്, or as an in charge of a PHC, you will be responsible for it, but you might always not be aware of it. കാരണം നമ്മുടെ അണ്ടറിൽ പല പല അതേ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാൻ നമുക്ക് സ്റ്റാഫ് ഉണ്ടാവും. പക്ഷേ വെൻ യു വർക്കിംഗ് ഇൻ ദ ഫീൽഡ്, യു ആർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ. ബിക്കോസ് പേഷ്യൻസ് എപ്പോഴും നമ്മളോടേ ചോദിക്കത്തുള്ളൂ, ഇതെന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് നഴ്സിനോട് സംസാരിക്കാൻ പറ്റത്തില്ല, ആ പേഷ്യൻറ്റ് നമ്മളോടായിരിക്കും ചോദിക്കുന്നത്. സോ യു വിൽ ഓൾവേസ് ബി കുറച്ചുകൂടെ അവെയർ ആൻഡ് പ്രോംപ്റ്റ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ കൂടുതൽ അവെയർ ആൻഡ് പ്രോംപ്റ്റ് ആണ്. കാരണം പേഷ്യൻ്റ് എപ്പോഴും എന്നോടായിരിക്കും ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻ. The responsibility comes directly to the treating doctor rather than in a clinical environment, where in a hospital environment where you have a lot of people around you to get things done. Yes, when you are in the field, you can't take, ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു 4-5 പേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. യു ക്യാൻ ബി മാക്സിമം ഒരാളും കൂടെ പോകാൻ പറ്റും. കാരണം ഇറ്റ്സ് ലൈക്ക് അതേഴ്സ് ഇറ്റ് വിൽ ബി ഓവർ ക്രൗഡിങ്. ആൻഡ് അത് പേഷ്യൻ്റെ പ്രൈവസിയും സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ നമ്മളെ കൊണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ രണ്ട് പേര് ആയിരിക്കും പ്രൈമറിലി റെസ്പോൺസിബിൾ എന്ത് എവിടെ ഉണ്ട് എന്നുള്ളതിനെ പറ്റി. So during the initial phase of your journey, you might have understood some requirements in technology side, like you were using the medical records, EMR, which can be typed in mobile phone. So how useful or how much needed was that in your overall journey? മെഡിക്കൽ റെക്കോർഡ്സ് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് അത് മെഡിക്കോ ലീഗലി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ എഴുതി ഇവരുടെ കൊടുത്താൽ മിക്കവാറും എല്ലാം കളഞ്ഞു പോകും. പിന്നെ നമ്മൾ ബില്ലിംഗ് ആണെങ്കിലും ഒരു ഒരു ലെറ്റർ ഹെഡിലോ അല്ലെങ്കിൽ ഒരു ലെറ്റർ ഹെഡ് ഉള്ള ഒരു ബിൽ ബുക്കിലോ എഴുതി പേഷ്യൻസിന് കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും നമുക്കും ഈസി, അവർക്കും കുറച്ചുകൂടെ ലെജിറ്റായിട്ട് തോന്നുന്നത് ബില്ലായിട്ട് തന്നെ പ്രോപ്പർലി ഒരു GST ബില്ലായിട്ട് തന്നെ കൊടുക്കുന്നത് തന്നെയായിരിക്കും. സോ ദാറ്റ് ഇംപ്രൂവ്സ് ദ ട്രസ്റ്റ് ദ പേഷ്യൻ്റ് ഹാസ്. ഇറ്റ് മേക്സ് അവർ ലൈഫ് ഓൾസോ ഈസി. കാരണം സിൻസ് വി കീപ് ട്രാവലിംഗ് വെരി ഓഫൻ, ഈ ഒരു ഫയലിനകത്ത് ഇതൊക്കെ അടിക്കടിക്ക് വെക്കുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. So it's better in a digital way, right? അത് ഡിജിറ്റലി സ്റ്റോർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈസിയർ ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ്. Yeah, right. So so we ended up building an app like Famedico. Now the app is there in the Play Store, etc. So what actually made it a necessity, like to build this app? So you were receiving calls in mobile and then you are going within say few minutes or so. So what made it a necessity to build this app with us? ഒരു ആപ്പ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എപ്പോഴും ആൾക്കാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇത് സ്വിഗ്ഗിയോ സൊമാറ്റോ പോലത്തെ ഒരു ആപ്പല്ല. ബിക്കോസ് യുനോ പലപ്പോഴും ലൈക്ക് നമ്മുടെ സർവീസിനെ ഒരു സ്വിഗ്ഗി സൊമാറ്റോ പോലെ അവർ ഇക്വേറ്റ് ചെയ്യരുത്. കാരണം ദാറ്റ് വർക്ക്സ് ഡിഫറെൻ്റ്ലി. സ്വിഗ്ഗിയുടെ ഏജൻസി പോലെ ഡെലിവറി പാർട്ട്നേഴ്സിനെ പോലെ അല്ല ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള, ലൈക്ക് ഇറ്റ്സ് ഡിഫറെൻറ്റ് ആൻഡ് ദ സർവീസ് ഇസ് ഓൾസോ ഡിഫറെൻറ്റ്. Because we are going there and delivering the service. It's not like we are preparing it from somewhere and it's different. We are not delivering medicine or anything like that. We are going there and understanding the problem, diagnosing the condition, and then giving and then treating the patient. Okay, so that is different than delivering food or medicine or whatever it is. So the app was developed so that നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലൈക്ക് നമ്മുടെ ലൈക്ക് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു, എപ്പോഴും അവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എവിടെ എത്തി, എപ്പോൾ എത്തും, എവിടെ എത്തി. ഇപ്പം നമുക്കാണെങ്കിലും പലപ്പോഴും ആൾക്കാർക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ അറിയുന്നുണ്ടാവത്തില്ല. ചിലപ്പോൾ ഒരു സെൻഡ് ചെയ്യുന്ന ലൊക്കേഷൻ വീട്ടിൻ്റെ മുകളിൽ നിന്നൊക്കെ ആണെങ്കിൽ ലൊക്കേഷൻ തെറ്റിപ്പോവും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇപ്പോൾ ഗൂഗിൾ മാപ്സിൻ്റെ ലൊക്കേഷൻ അവർ ചിലപ്പോൾ അവരുടെ റൂമിൽ നിന്നായിരിക്കും ഷെയർ ചെയ്യുന്നത്. ആ റൂമിൽ നിന്ന് ഷെയർ ചെയ്യുന്ന ലൊക്കേഷൻ നമുക്ക് കാണിക്കുന്നത് ചിലപ്പോൾ ആ വീടിൻ്റെ ബാക്കിൽ, മതിലിൻ്റെ ബാക്കിലായിരിക്കും, നോട്ട് ഇൻ ദി ഫ്രണ്ട് ഗേറ്റ്. അപ്പോൾ അങ്ങനെ കുറേ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇഫ് യു ഹാവ് ദിസ് ആപ്പ്, ഈ ആപ്പിനകത്ത് അവർക്ക് അവരുടെ ഡീറ്റെയിൽഡ് അവരുടെ ലൊക്കേഷൻ നമുക്ക് ലൊക്കേഷൻ അറിയാനും പറ്റും, നമ്മുടെ ലൊക്കേഷനും അവർക്ക് കിട്ടും. സോ അവർക്ക് ആ ഒരു ആങ്സൈറ്റി ഇല്ല, പുറപ്പെട്ടോ പുറപ്പെട്ടില്ലേ. And the doctors can mark availability. I think it's more about the scaling part, right? To go into other cities. That is what we discussed. Yes, it helps in scaling. The app is mainly meant for patients, so that patients can easily understand, like this communication gap doesn't happen. അപ്പോൾ ഒരു ഫൗണ്ടർ ഒരു ഐഡിയ ആയിട്ട് വരുമ്പോൾ നമ്മൾ യൂഷ്വലി ദർ വിൽ ബി എ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ. ഇപ്പോൾ പ്രീവിയസ്ലി നമ്മൾ EREC എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അതിലുള്ള ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷനിൽ നമ്മൾ വന്നപ്പോഴേക്കും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ റെസിഡൻസിൻ്റെ വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ഫ്രം ട്രയാജ് ടു ഡിസ്ചാർജ് അതെങ്ങനെ ഒരു ഓട്ടോമേറ്റ് ചെയ്ത് ഒരു മൊബൈൽ ആപ്പിലോട്ട് ആക്കും എന്നുള്ളതായിരുന്നു ERECൻ്റെ ചലഞ്ച്. അപ്പോൾ അതിൽ ഇനീഷ്യലി ബ്രെയിൻ സ്റ്റോമിങ് ചെയ്തപ്പോൾ ഒരു ടാബ് പിടിച്ചിട്ടാണ് എമർജൻസി ഡോക്ടർ ആ ഒരു രീതിയിലാണ് ആ സൊല്യൂഷൻ പ്രപ്പോസൽ വന്നത്. പക്ഷേ അത് നമ്മൾ കൺവേർട്ട് ചെയ്തൊരു മൊബൈൽ ആപ്പിലോട്ട് ആക്കി. കാരണം അത് പ്രാക്ടിക്കലി ഒരു എമർജൻസി ഫിസീഷ്യന് പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് അത് സ്വൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ആ രീതിയിലാണ് ആപ്പ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതുപോലെ ഈ ഹോഡോ ബ്രെയിൻ സ്റ്റോമിങ് സെഷനിൽ ഈ ഫൗണ്ടറും
പിന്നെ ഹോഡോൻ്റെ ടെക്നിക്കൽ ഡിസൈൻ ടീമും എല്ലാ ആൾക്കാരും ഇരുന്നിട്ടുള്ള ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷനാണ് ഇതിൻ്റെ ഒരു കോർ ഫൗണ്ടേഷൻ ടു അറൈവ് അറ്റ് ദി ബെസ്റ്റ് പോസിബിൾ യൂസർ ഇൻ്റർഫേസ്. എൻ്റെ യൂസറുടെ എക്സ്പീരിയൻസ് അത്രയും സിംപ്ലിഫൈ ചെയ്ത് അത്രയും ഈസി ആക്കുക എന്നുള്ളതായിരുന്നു ഹോഡോൻ്റെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ. അനാട്ടമി സെഷൻ ഇസ് വാട്ട് വി കോൾ. സോ ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഡോക്ടർ ഫാത്തിമ? So to begin with, like this is a very എന്താ entrepreneurship എനിക്ക് മനസ്സിലായത്തോളം ലൈക്ക് വൺസ് യു ഡോണ്ട് ഡു ഇറ്റ് യു വോണ്ട് നോ. അപ്പോൾ എനിക്ക് മനസ്സിലായത്തോളം ഭയങ്കര ഒരു എന്താ ഒരു കൈൻഡ് ഓഫ് ലോൺലി ഒരു സ്ട്രഗിളാണ്. Like you don't know people who are in this phase. Like everybody tries to put up a very safe and happy face, but we don't know. Like I don't have peers who are doing the same kind of work. All my friends are working in hospitals, and that work is different. Their work culture and work timing and how they approach patients, everything is different. And being a beginner startup, especially being a female founder and also a female boss, it is very difficult. It is not as easy. I have felt that it is not as easy as it could be for other genders. If I was a male person, maybe I would have been accepted easily by my employees. Sometimes I felt that it is easier to use digital media, social media, and to use technology, because technology won't judge you. Uh, you can develop technology just the way you want. Because if I tell an idea to somebody, they will just say, oh yeah, this is not a big deal, because anybody can, like in India there is, including alternative medicine doctors and modern medicine doctors, there is one doctor for every 827 patients, and that is a very it is not the same case in other countries. There are very few doctors. So so when I tell about doctor at home service to anybody, they just tell that anybody can, my neighbor is a doctor, so that doctor will come and see me. There's no need of that. There is no need of you. Yeah. You don't have to come to my house. I have a neighbor at home, a neighbor near my house. Or my cousin is a doctor, my son-in-law is a doctor. Everybody has a doctor in their family. So they just tell that, I don't need a doctor, and family doctors not needed at all. So in that case, I know to convince people we need technology, because technology will not judge you. It will do as you program it to do. So that is how I approached Hodo to develop this thing. And I wanted I wanted a team which would listen, and not somebody who would who tried to change my ideas. I did not want that. We don't have a written formula for this, how this business will work. So, and we know Because it is innovative, and so a lot of things will be coming to. Yeah. Because it is new, the challenges are new. It is new for me and for the So patients. it has to be, the tech also has to be dynamic, right? So Yeah, tech that has is to how be we dynamic. develop that Yes, also. that's how we developed it. So it has to. So every time I understand a problem from a patient, I'll have to tell them to change, or I'll have to tell them that this is an issue that you face, and it has to be, and the app has to be designed in a particular way to address the need of a patient. Yeah, so in the initial brainstorming session itself, I remember that we understood in the process, like if we needed to scale, we have to collaborate with other hospitals, right? In other cities. So I think we added a layer to add other hospitals, other healthcare providers, etc. It may happen like that, or you may have to add your own doctors, right? Yes. So we developed it in such a way that both are possible. So those things happens in the brainstorming. Yeah. Like it is possible, like in the current app version, it is actually possible to add new doctors. We can use it as a listing platform for other providers who are providing Similar services. Yeah, similar services. That way, the expansion of Famedico can be faster. Like yeah, that way expansion of Famedico can be faster, and it will also help patients more. Yeah, in other cities, Yeah, which in otherwise other cities, yeah, it and would be also in difficult to Trivandrum. reach, right? And also in Trivandrum, patients will have a lot of other options in one single platform, instead of having to call up multiple numbers. അവർ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യും,
2-3 നമ്പേഴ്സ് കിട്ടും. ഒരാൾ ആദ്യം വിളിക്കും, അവർ വരുമെന്ന് ചോദിക്കും. എന്നിട്ട് അടുത്ത ആൾ വിളിക്കും, അവർ വരുമെന്ന് ചോദിക്കും. അപ്പോൾ 2 പേർക്കും എന്നിട്ട് അവർ ലൊക്കേഷനും അയച്ചു കൊടുക്കും. എന്നിട്ട് ഇവർ 2 പേരും ഒരേ സമയത്ത് എത്തും. ചില സമയത്ത് ആരും എത്തത്തില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. സോ അതിനേക്കാളും നല്ലതാണല്ലോ ഇങ്ങനൊരു കൺഫേംഡ് ആയിട്ടുള്ള ഒരാൾ വരും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അതെ അതെ അതെ. അപ്പോൾ ആസ് എ ഡോക്ടർ, ആസ് എ ഓൺടർപ്രണർ, എനിക്കാകെ ഒരു കണ്ടീഷൻ ഉള്ളത്, ഇത് നമുക്ക് ഇവരുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റണം. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റണം. അത്രേ ഉള്ളൂ. That can be ensured by giving a training or giving a exam, right? അതെ, എക്സാംസ്. അതിന് നമുക്ക് ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവണം. ഇതേപോലെ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ഉണ്ടാവണം, ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവണം, പ്രീ ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് ഉണ്ടാവണം. So how do you plan to expand to other cities, basically? Expanding to other cities, definitely if it is outside Kerala, we might have to tie up with a local business there. But we will also have to see that their vision and mission matches with ours. And also it's also important that avarum idepole quality ensure cheyan sadhyadundu. You will have to ensure the quality of their service, right? Otherwise the entire system may actually not be very useful for the quality of services uniformly maintained allengi ആൾക്കാർക്ക് ചുമ്മാ കൺഫ്യൂഷൻ ഉണ്ടാവും. So even with the technology, like it cannot be actually like you compare to Uber. So it's easy to expand to other cities, but here you will have to have a set of exams, and then you will have to say, there will be exams. I think there should be a training session also. There will be exams, there will be training, and then there will be certifications. Only after that they can actually be onboarded. Like even in Uber they have all these things. Probably they have training, they have background checks, they have soft skill training, so that എന്നാലേ നമുക്ക് ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്ത് ഇത്രയും കൾച്ചറൽ ചേഞ്ചസും സോഷ്യൽ ഡിസ്പാരിറ്റി ഒക്കെ ഉള്ളപ്പോൾ ഒരേ ക്വാളിറ്റി ഓഫ് കെയറും സർവീസും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇവർ അതേപോലെ ട്രെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് ഇതേപോലത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ആസ് ഇറ്റ് ഇസ് ഡോക്ടേഴ്സ് ആർ നോട്ട് ട്രെയിൻ ടു ഡെലിവർ സർവീസ്. ഇപ്പോൾ ഒരു ഊബർ ഡ്രൈവർ, ദേ ആർ ഓൾ ബേസിക്കലി ടാക്സി ഡ്രൈവേഴ്സ്, ലൈക്ക് ദേ ആർ ഓൾ ഡ്രൈവേഴ്സ്. ദേ ഡ്രൈവ് എ കാർ, ദേ ഹാവ് ലൈസൻസ്. ഡോക്ടേഴ്സ്, വി ആർ ലൈസൻസ് ടു ട്രീറ്റ്. ഓക്കെ, പക്ഷേ നമ്മുടെ ട്രെയിനിങ്ങിൽ എവിടെയും ഈ ഒരു അറ്റ് ഹോം അല്ലെങ്കിൽ ഡൊമിസിലറി സർവീസിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നില്ല. മേ ബി ലൈക്ക് 1 or 2 months ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് ഉള്ളപ്പോൾ 1 or 2 months നമ്മൾ പേഷ്യൻസിൻ്റെ വീട്ടിൽ ഫീൽഡ് വിസിറ്റ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് പുതിയ MBBS കരിക്കുലത്തിൽ ഒരു കുട്ടി ഒരു ഫാമിലി അഡോപ്റ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി അങ്ങനൊരു പുതിയൊരു ചേഞ്ച് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പാസ്സായി വരുന്നേ ഉള്ളൂ. ആ ബാച്ച് ഓഫ് MBBS ഗ്രാജുവേറ്റ്സ് വരുന്നേ ഉള്ളൂ, ആ ബാച്ച് ഓഫ് ഡോക്ടേഴ്സ് വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മളതിന് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മളിപ്പോഴും MS-ഉം നമ്മളിപ്പോഴും പേഷ്യൻസിനെ ഒരു എക്സാം ഓറിയൻറ്റഡ് കേസായിട്ട് തന്നെയാണ് MBBS-ന് ട്രെയിൻ ചെയ്യുന്നത്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണമെങ്കിൽ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ഇതൊരു ഭയങ്കര കൾച്ചറൽ ഷോക്കായിരിക്കും. വീട്ടിൽ പോയിട്ട് വാട്ട് ടു ഡു വാട്ട് നോട്ട് ടു ഡു എന്നുള്ള cultural shock ഉണ്ടാവും. And sometimes they might land in trouble also, because if they don't know how to identify the red flags, yellow flags, what to do where and what not to do in specific situations നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ it can be a dangerous situation. Like the doctor can be in a less advantageous situation.